കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊരു അനുഗ്രഹീതമായൊരു തിരുവചന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ശ്രദ്ധിച്ച്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയല്ല. ശ്രദ്ധിച്ചോ, വളരെ അനുഗ്രഹീതവും അപ്പോൾ തന്നെ ഈ കാലത്തിൽ ഏറ്റവും ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ സ്തോത്രം അനുഗ്രഹീതമായ ഒരു ചിന്ത. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇവിടെ ശ്രദ്ധിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ സന്തോഷിപ്പിക്കുക, മനുഷ്യരെ സന്തോഷിപ്പിക്കുക. രണ്ട്, കർത്താവിനെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിച്ചാലുള്ള ഗുണം എന്തുവാണ്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്തുവാണ്? ഇന്ന് നമ്മുടെ ആത്മീക മേഖലകളിൽ അല്ലെങ്കിൽ ദൈവസഭകളിലേക്കോ ഇന്നത്തെ ആത്മീക നേതൃത്വ മേഖലകളിലേക്കോ നമ്മൾ പോയാൽ, ഇന്ന് എല്ലാ മേഖലകളിലുമല്ല ഞാൻ പറയുന്നത്, എന്നാൽ അങ്ങനെ ഉള്ളവരുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം എല്ലാ ഭാഗത്തും എല്ലാ മേഖലകളിലും നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. സ്തോത്രം. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്ന പോലെ ഉയർച്ചയും താഴ്ചയുമുണ്ട്, നന്മയും തിന്മയുമുണ്ട്. അത് എല്ലാ കാലത്തുമുണ്ട്, എല്ലാ മേഖലകളിലുമുണ്ട്, എല്ലാവരിലും അതുണ്ട്. സ്തോത്രം. അതിനെ നല്ലതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്തോത്രം. നല്ല സ്വഭാവമായിരിക്കേണ്ടത്, നല്ലതാക്കി എടുക്കുക. നമ്മളെല്ലാവരും, ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളാരും സ്വർഗത്തിൻ്റെ സ്തോത്രം സ്വർഗീയ വിളി നമ്മുടെ മേലുണ്ടെങ്കിലും മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടവരാണ് അല്ലേ? ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ ഞാൻ ഉരുവായി, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജനനത്തിൻ്റെ പുറകിൽ പാപത്തിൻ്റെ ശക്തി കിടപ്പുണ്ട്. അതിനെയാണ് ജന്മപാപം എന്ന് പറയുന്നത്. ആദാമ്യ വർഗത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ സ്വഭാവങ്ങളും ജഡത്തിൻ്റെ പ്രവൃത്തികളും ചിന്തകളും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മേഖലകളിലും ഇതുണ്ട് സ്തോത്രം. എന്നാൽ നല്ല വശമുണ്ടല്ലേ? നല്ല വശമുണ്ട്. പലപ്പോഴും നമ്മളത് കാണുന്നില്ല. ഇന്നൊക്കെ നമുക്കറിയാം, വിമർശന മേഖലകൾ കടന്നു വരുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ അടച്ചാക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണ്. കാര്യം നല്ലവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, ദൈവമക്കളുണ്ട്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? മനുഷ്യരെയാണോ അതോ ദൈവത്തെയാണോ? അല്ല, നിങ്ങൾ പ്രസാദിപ്പിക്കുന്നത് മനുഷ്യരെയാണോ അതോ ദൈവത്തെയാണോ? നമ്മൾ ആ ഭാഗം പറഞ്ഞു വരുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ അതിന് മുമ്പേ ശ്രദ്ധിക്കണം. അതിൻ്റെ 9-ാമത് വാക്യത്തിലേക്ക് വരുന്ന സമയത്ത്, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ നമ്മൾ കൈക്കൊണ്ട ഒരു സുവിശേഷമുണ്ട് അല്ലേ? ആ കൈക്കൊണ്ടതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ മുകളിൽ ആര് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് തെറ്റാണെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ബൈബിളാണ്, തിരുവചനമാണ്. അതാണ് ഇതിനകത്തുള്ള എല്ലാ അടിസ്ഥാനം. ഇന്ന് ഏത് കൃപാവരം വെളിപ്പെട്ടാലും, എന്ത് ഉപദേശം പറഞ്ഞാലും, എന്ത് പഠിപ്പിക്കൽ വന്നാലും, എന്ത് ചിന്ത വന്നാലും, അതിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യമെന്ന് പറയുന്നത് തിരുവചനം തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുവഴുത്തുകൾ ആധാരമാക്കി തന്നെയാണ് നമ്മളത് ചിന്തിക്കേണ്ടത് അല്ലേ? അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്, മനുഷ്യരെ അല്ല. നിങ്ങൾ ദൈവത്തെയാണ് സന്തോഷിപ്പിക്കേണ്ടത്, മനുഷ്യരെ അല്ല സന്തോഷിപ്പിക്കേണ്ടത്. നമ്മൾ ഇന്ന് പലരും ചെയ്യുന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കുകയല്ലേ? പല വിശ്വാസികളും ആരാധിക്കുന്നത് പാസ്റ്റർ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയാണ്. പല മീറ്റിങ്ങുകൾക്കും ആൾക്കാരെ കൂടുന്നത് പാസ്റ്റർ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അവസാനത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണെങ്കിലും പ്രഭാത സന്ദേശം ചെറിയ സന്ദേശമായതുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു വയ്ക്കാം. ഇവിടെ പറയുന്നത്, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ദൈവമക്കളെ, കർത്തദാസന്മാരെ, ദൈവവേലക്കാരെ, വിശ്വാസികളെ, മനുഷ്യരെയാണോ നീ പ്രസാദിപ്പിക്കുന്നത്? നീ ക്രിസ്തുവിൻ്റെ ദാസൻ അല്ല.
അതാണ് അതിനകത്തുള്ള ഷാർപ്പായ വചനദൂത്. അപ്പോൾ ദൈവവചനം പറയുന്നത്, നീ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ, മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ ദാസൻ അല്ല. ദൈവത്തിൻ്റെ ദാസനാകണമെങ്കിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുക, ക്രിസ്തുവിൻ്റെ ദാസനാകണമെങ്കിൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. അങ്ങനെ പ്രസാദിപ്പിച്ച് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മളാണ് നിത്യതയുടെ അവകാശിയായിട്ട് മാറുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ നല്ല സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും ചെറുകടിയിൽ മറച്ചാട്ട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളെ കർത്താവ് ചെയ്യും. എല്ലാം നന്മകളാൽ ദൈവം നിറയ്ക്കും. എല്ലാം മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.